ഹായ്. അപ്പോഴേ നീ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത്, വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമൊന്നുമില്ല നടാൻ. അപ്പോൾ ഉള്ളതിൻ്റെ ഇതനുസരിച്ച് ഗ്രോ ബാഗിനകത്ത് നടാൻ വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറിയുടെ വിത്തുകൾ നട്ടിട്ടുണ്ട്. ഇത്രയൊന്നുമില്ല, ഒരു 3-4 തരം എന്താ പറയുക, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഉണ്ടോ? ഇതൊരു എന്താ പറയുക, ഒരു മികച്ച ഇനം പച്ചമുളകിൻ്റെ വിത്താട്ടോ. ഇത് ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രമേ ഉള്ളൂ. നല്ല ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രമേ ഉള്ളൂ. കണ്ടോ, അത് ഇതായി തുടങ്ങി. ഇത് ചെറിയ കുപ്പിയാണ് കേട്ടോ. ഇതാകുമ്പം പറിച്ച് നടാനുള്ള എളുപ്പമാണെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് നടാനും പറ്റും. കണ്ടോ, ഇത് ഒരു ഐറ്റം. ഇതിങ്ങനത്തെ ഒരു 6 എണ്ണം ഉണ്ട്. ഇത്രയുണ്ട്, 7 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒരു ഐറ്റം കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇഞ്ചിയാണ്. ഒരു പഴയ ബക്കറ്റ് കിടന്നു. ആ ബക്കറ്റിനകത്ത് ഇതും മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി, ഇത് ഇത്രയായി. എന്താ, നമുക്ക് വേറെ നടാൻ സ്ഥലമൊന്നുമില്ല. അപ്പം നമ്മളുള്ളത് നടാമെന്ന് വിചാരിച്ചു. ഇതൊരെണ്ണേ. വേറെ ഇത് പച്ചമുളക്, വേറൊരു ഐറ്റം, വേറൊരു ടൈപ്പ് പച്ചമുളകാണ്. കുറച്ച് നീളമുള്ള മുളകാന്ന് പറഞ്ഞു. അതിൻ്റെയാണ്. അതുകൊണ്ട് ചെറിയ ഇല വന്നു തുടങ്ങിയുണ്ടോ. ഇത് കുറേ ഉണ്ട്. ഇതെല്ലാം നമുക്ക് മാറ്റി നടേണ്ടതാണ്. ഇത് നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഗ്രോ ബാഗിൽ നടാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തി നമുക്ക് ഗ്രോ ബാഗിനകത്ത് നമ്മളെല്ലാം നടുന്നതായിരിക്കും. അപ്പം ഇത് നീളമുള്ളൊരു ചെടിച്ചട്ടിയാണ്. ഇതെന്തോ തെങ്ങിനത്തിൽപ്പെട്ട എന്തോ ഒരു സാധനം. അതിൻ്റെ കടക്കിൽ നമ്മൾ ഇട്ടു. ഇതെന്തായാലും കിളിച്ചു. ഇനി വേറൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം. ഇതും അത് തന്നെ, ഒരു വലിയ ചെടിച്ചട്ടിയാണ്. ഇതിനകത്തുണ്ടായിരുന്ന ഒരു ചെടി കരിഞ്ഞു പോയതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് വേറൊരു ടൈപ്പ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം ഇത്രയായി. അപ്പോൾ ഒരു 3-4 ഇലയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി നടണം. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ, ടാറ്റാ.